Hi friends, welcome to Dance Tuition. So ഒരുപാട് കുട്ടികൾ നമുക്ക് ഡാൻസ് ട്യൂഷൻസിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സർ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം സാർ? അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയത്തിൽ. സോ ആർ യു കൺഫ്യൂസ്ഡ്? ഡോണ്ട് വറി, ഈ ഡാൻസ് ട്യൂഷൻ കൂടിയുണ്ട്. മക്കളെ, നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ഗൈഡൻസ് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുകയാണ്. സോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരുപാട് കുട്ടികൾ ചോദിച്ചാൽ സാർ ഞാൻ BCom BB എടുത്താൽ മതിയോ? ചില കുട്ടികൾ ചോദിക്കുന്നത് സാർ എനിക്ക് ACCA ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെ കൊണ്ട് അത് സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളാണ് നമുക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികൾക്ക് ഒന്നും അറിയില്ല സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത്. സോ എല്ലാവർക്കുമായിട്ട് ഒരു ജനറൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ടും +2 കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് യൂണിവേഴ്സിറ്റി കോഴ്സസ് ആണ്. നമുക്ക് എന്താ ചെയ്യാം, ഒന്നുകിൽ നമുക്ക് +2 കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോഴ്സസിലേക്ക് പോവാം. മറ്റൊന്നെന്ന് പറയുന്നത് +2ന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോവാം. സോ പ്രൊഫഷണൽ കോഴ്സസ് കൊമേഴ്സ് കഴിഞ്ഞാലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടടാ. അത് കൊടുക്കുന്ന സ്ഥാപനമാണ് ഈ ഡാൻസ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ കോഴ്സസിനെ പറ്റി പരിചയപ്പെടാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോഴ്സ് ഉണ്ട്. സോ +2 കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ്, യൂണിവേഴ്സിറ്റി കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ. വേറെയും ഓപ്ഷൻസ് ഇല്ലാന്നില്ല, പ്രധാനമായിട്ടും ഈ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇനി നോക്കാം, യൂണിവേഴ്സിറ്റി കോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. കാസർഗോഡ് ഉണ്ട്, പിന്നെ എന്താ പറയാ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേരളത്തിൽ തന്നെ ഒരുപാട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കേരളത്തിലുണ്ട്. ഇനി ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കാം, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ജമ്മു കാശ്മീരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. 900 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെ എല്ലാവരും എന്ത് ചെയ്യും, ഒരേ കോഴ്സ് അവിടെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിൽ BCom ഉണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിൽ BCom ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയിൽ BCom ഉണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യും, എല്ലാ യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യും, അവര് കോഴ്സുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? ഇതാണ് യൂണിവേഴ്സിറ്റി കോഴ്സസ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കോഴ്സസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ BCom, ബാച്ചിലേഴ്സ് ഓഫ് കൊമേഴ്സ്. BCom കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, MComന് പോകാം. BCom എന്ന് പറയുന്നത് 3 ഇയർ കോഴ്സാണ്, MCom എന്ന് പറയുന്നത് 2 ഇയേഴ്സ് കോഴ്സാണ്. BCom കഴിഞ്ഞാലാണ് MComന് പോവാം. അതുപോലെ തന്നെ BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് MBAക്ക് പോവാം. എന്താണ്? മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ BA എക്കണോമിക്സ് ഉണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, MA എക്കണോമിക്സിന് വേണ്ടിയിട്ട് പോവാം. MA എക്കണോമിക്സിന് പോവാം. ഇനി യൂണിവേഴ്സിറ്റി കോഴ്സസ്, നമ്മുടെ ഒരു കൊമേഴ്സുകാരന് പോകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കോഴ്സസ് ആണ് BCom, BBA, അതുപോലെ തന്നെ BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് BA കോഴ്സുകളിലേക്ക് പോകാം. ലൈക്ക് BA ഇംഗ്ലീഷ്, BA മലയാളം, അത്തരം കോഴ്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ വേണ്ടി സാധിക്കും. സോ ആ BAക്ക് ശേഷം കറസ്പോണ്ടീവ് ആയിട്ടുള്ള MA ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ BA എന്ന് വെച്ചാൽ ബാച്ചലർ ഓഫ് ആർട്സ് ആണ്, MA എന്ന് വെച്ചാൽ മാസ്റ്റർ ഓഫ് ആർട്സ്. സോ ഇതാണ് എന്തിനു പറയുന്നത്, യൂണിവേഴ്സിറ്റി കോഴ്സസിൽ പ്രധാനമായിട്ടും ഒരു കൊമേഴ്സ് കഴിഞ്ഞാലുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഒരു സൊസൈറ്റിയിൽ എടുക്കപ്പെടുന്നത്. സോ ഈ BCom, അത് കഴിഞ്ഞ MCom, BBA, അത് കഴിഞ്ഞ MBA, ഇതൊക്കെ യൂണിവേഴ്സിറ്റി കോഴ്സാണ്. ആൻഡ് പറയാനുള്ളത് എന്താണ്, ഇതെല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യും, ഇതെല്ലാം കൊടുക്കുമെന്നുള്ളതാണ്. എന്നാൽ മക്കളെ, ഇനി നമുക്ക് പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോവുകയാണ്. അവിടെ ഒരൊറ്റ ബോഡി ഉണ്ടാവുമല്ലോ, അവര് മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കോഴ്സ് കൊടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, BCom എന്നുള്ളത് കണ്ണൂരും കൊടുക്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കൊടുക്കും. സോ കൊടുക്കുന്ന ആള് 2 എന്നാൽ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ, പ്രൊഫഷണൽ കോഴ്സ് നോക്കുമ്പോൾ, ആ പ്രൊഫഷണൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഒരൊറ്റ ബോഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ഒരു ഡോക്ടർ എടുക്കാം. ആ ഡോക്ടർ എന്ന് പറയുന്നത് IMA ആണ് അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു അഡ്വക്കേറ്റ് എടുക്കാം. അഡ്വക്കേറ്റ് അത് ആരാ കൊടുക്കുന്നത്, ബാർ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്, ബാർ കൗൺസിലാണ് അതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ ഒരു കോഴ്സ് എടുത്താൽ ആ കോഴ്സ് ഒരൊറ്റ ഒരു എന്താ പറയുക ബോഡി മാത്രമേ അത് പഠിപ്പിക്കുകയുള്ളൂ, അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതാണ് പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ACCA. ACCA പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ ACCA തന്നെയാണ്.
which means Association of Chartered Certified Accountant. ഇതാണ് ACCA ഫുൾ നെയിം എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് CMA US. ഇത് കൊടുക്കുന്ന ആരാ? IMA ആണ്. IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒന്നാണ് CA കൊടുക്കുന്നത് ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ദെൻ CMA കൊടുക്കുന്നതും ICAI തന്നെയാണ്, പക്ഷെ രണ്ട് ബോഡിയാണ്. പേരൊന്നാണെങ്കിലും ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് CAക്ക്, എന്നാൽ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് CMAക്ക്. ഓക്കെ, CA എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതും അതേ CMA തന്നെയാണോ? അല്ല, ഇത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്, ഇത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ CMA കൊടുക്കുന്നത് IMA എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ CMA ഇത് ഇന്ത്യൻ CMA ആണ്, ഇത് കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് വൺ ആണ് CS, കമ്പനി സെക്രട്ടറി, അത് കൊടുക്കുന്നത് ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് ഇതിന്റെ ബോർഡുകൾ, പ്രൊഫഷണൽ ബോഡി എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രമേ ഈ ഓരോ എന്താ പറയാ കോഴ്സുകൾ, അതിന്റെ സിലബസ്, അതിന്റെ സർട്ടിഫിക്കേഷന്, മെമ്പർഷിപ്പ്, ഇതൊക്കെ കൊടുക്കാൻ ഇവർക്ക് മാത്രമേ എന്തുള്ളൂ, അനുവാദമുള്ളൂ. ഓക്കെ ആണോടാ? ഇതാണ് പ്രധാനമായിട്ടും പ്രൊഫഷണൽ കോഴ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോഴ്സും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ രണ്ടെണ്ണം, ഇത് രണ്ടും ഇന്ത്യൻ അല്ല, എന്നാൽ ഈ മൂന്നും എന്താണ്, ഇന്ത്യയിലെ ഇതാണ്. എന്നാൽ ഈ മൂന്ന് ഫോറിൻ ആണെങ്കിൽ പോലും ഒരുപാട് കൺട്രീസ് ഇത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രണ്ട് കോഴ്സുകളാണ് ഈ ACCAയും CMA US എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലും അബ്രോഡ്സിലൊക്കെ ഇന്ത്യൻ എന്താ പറയുക പ്രൊഫഷണൽ കോഴ്സസും എന്താണ്, അക്സെപ്റ്റബിൾ ആണ്. അതാണ് CA, CMA, CS. സോ ഇതാണ് കൊമേഴ്സിൽ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇത് രണ്ടും, ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സും യൂണിവേഴ്സിറ്റി കോഴ്സും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇനി +2 ശേഷം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇരുന്ന് ആലോചിക്കുക. എല്ലാവരും കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി കോഴ്സാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിച്ചാലും നല്ല വാല്യൂ ഉള്ള പ്രൊഫഷണൽ കോഴ്സാണോ നമ്മൾ എടുക്കേണ്ടത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. ആൻഡ് തിങ്ക് വൈസ്, ചൂസ് വൈസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.